ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +2 മാത്തമാറ്റിക്സിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 2 ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. +1 ട്രിഗണോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ പഠിക്കാത്തവർ ഇക്വേഷനൊക്കെ എടുത്ത് വെച്ചൊന്ന് വായിച്ച് പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലേക്ക് കയറുക. അതിനകത്ത് നിങ്ങൾക്ക് കുറേ ഇക്വേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രിയിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതെല്ലാം നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ചെയ്യുക. +2 ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത് മറ്റേ +1 ട്രിഗണോമെട്രിയായിട്ട് തന്നെ റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് അതിലൊരു ഇക്വേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ഇക്വേഷൻ ഇതാണ്: tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഈക്വൽ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് ഡിവൈഡഡ് ബൈ 1 - xy എന്നുള്ളതാണ് നമ്മുടെ ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് ഒരു പ്രോബ്ലം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് 2/11 പ്ലസ് tan ഇൻവേഴ്സ് 7/24 ഈക്വൽ tan ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മളത് പ്രൂവ് ചെയ്യാനാണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ tan ഇൻവേഴ്സ് 1/2 കിട്ടണം. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് ആദ്യം നോക്കേണ്ടത് ഇത് ഏത് ഇക്വേഷനിലോട്ട് കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്: tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ എന്നുള്ളൊരു ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടേമിനെ tan ഇൻവേഴ്സ് എക്സ് ആക്കി എടുക്കുക, ഇത് എക്സ് ആക്കി എടുക്കുക, ഇത് വൈ ആക്കി എടുക്കുക. അപ്പോൾ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ എന്നുള്ള രൂപത്തിൽ വേണം നമ്മൾ ആൻസർ ചെയ്തു വരാൻ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ LHS എന്ന് പറഞ്ഞ് അങ്ങോട്ട് എടുത്ത് എഴുതും. LHS എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് അങ്ങോട്ട് എഴുതണം. ഇത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ആദ്യം LHS ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗം അങ്ങോട്ട് എടുത്തെഴുതി. ഇത് എക്സും വൈയും ആക്കി എഴുതി. ആ ഇക്വേഷനിലെ പോലെ നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിടാം. tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത് പോലെ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - x × y എന്ന് പറഞ്ഞ് എഴുതും. നമ്മളെ ഇക്വേഷനിലും അതുപോലെ ആയിരുന്നു, 1 × x - y എന്നുള്ള രൂപത്തിലായിരുന്നു കിടന്നത്. അപ്പോൾ നമ്മൾ അതേപടി നമ്മൾ ഇതിനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ അങ്ങ് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ 7ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്നത്. സിംപ്ലിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇതാണ്ടല്ലോ ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 48 കിട്ടും, 48 ആണ്, 48 കിട്ടും. പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 77 കിട്ടും. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 264 കിട്ടും. എന്നിട്ട് ദ ഹോൾ ഡിവൈഡ് ബൈ കൊടുക്കുക. അതാണ് മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം 1 - ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 കിട്ടും. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 264 കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ tan ഇൻവേഴ്സ് അതുപോലെ ഇനി എഴുതി വരണം. എന്നിട്ട് tan ഇൻവേഴ്സ് ഇതാണ്ട് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുന്നു. അത് കഴിഞ്ഞ ശേഷം ഈ 264 എഴുതുന്നു, മൈനസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ കുറച്ച് എഴുതണം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 264 - 14 ഡിവൈഡ് ബൈ 264 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഈ സിംപ്ലിഫിക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മളിതിൻ്റെ പ്രോബ്ലം പാർട്ടൊക്കെ കയറിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 125 ഡിവൈഡ് ബൈ ഇതുകൂടെ കുറയ്ക്കുമ്പോൾ ഇത് കിട്ടും. 250 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനെ വെട്ടുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുമുള്ളത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എഴുതണം ഈക്വൽ RHS എന്ന് എഴുതി നിർത്തണം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടി.